നാട്ടിൽ പോയി കഴിഞ്ഞാൽ 10 ആൾക്കാരുടെ മുമ്പിൽ പ്രകസനം കാണിക്കാൻ പറ്റിയ ഒരു പ്രൊഫഷനാണ് ഷെഫ്. അങ്ങനെ പൊന്നൂന്റെ ഋതുമതി ആഘോഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം അന്നുവിന്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. പൊന്നൂന്റെ അനിയത്തിയാണ്. അയർലൻഡിൽ നിന്നുള്ള ഷെഫ് നാട്ടിൽ ലീവിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഫുഡൊന്നും കാറ്ററിംഗിൽ പറയണ്ട, ഷെഫ് ഉണ്ടായിക്കോളെന്നും പറഞ്ഞ് എന്നെ തള്ളി മറിച്ച് ഫുഡ് ഉണ്ടാക്കിക്കുകയാണ് എല്ലാവരും കൂടി. ഞാൻ സാധാരണ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ബൾക്ക് ക്വാണ്ടിറ്റി ഫുഡൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പണി പാളും. പിന്നെ രണ്ടും കൽപ്പിച്ച് ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് ഞാനങ്ങ് ചെയ്തു. വൈകുന്നേരം ബർത്ത്ഡേ പാർട്ടിക്ക് 50 പേരടുപ്പിച്ച ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. പണി പഠിപ്പിച്ച ആശാന്മാരെയും ദൈവങ്ങളെയൊക്കെ മനസ്സിൽ ധരിച്ച് ഞാൻ എന്തായാലും പരിപാടി തുടങ്ങി. ഒരു തട്ടിക്കൂട്ട് പുലാവും, പിന്നെ ഒരു ബട്ടർ ചിക്കൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്രീമി ചിക്കൻ. അയർലൻഡിൽ നിന്ന് വന്ന ഷെഫ് തള്ളി മറിച്ചിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടി കുറെ ആൾക്കാർ വന്നിപ്പുണ്ട് ഇവിടെ. എല്ലാം നമ്മളെ ചേച്ചിമാരും അനിയത്തിമാരൊക്കെ തന്നെയാണ്. സാധാരണ ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ വലിയച്ഛനും അച്ഛനൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഇപ്രാവശ്യം നൈസായിട്ട് അവർ എന്റെ തലയ്ക്ക് വെച്ചിട്ട് അവര് സ്കൂട്ടായി. പിന്നെ എന്തരോ വരട്ടെന്നും പറഞ്ഞ് ഞാനങ്ങ് തുടങ്ങിയപ്പോൾ പിന്നെ അളിയന്മാരും ചേട്ടന്മാരൊക്കെ സഹായിക്കാൻ വേണ്ടി വന്നായിരുന്നു. അതുകൊണ്ട് പരിപാടികൾ കുറച്ച് എളുപ്പമായിരുന്നു. എന്തായാലും നമ്മളെ ക്രീമി ചിക്കനും പുലാവൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് പഞ്ചിന് ഫ്രൈഡ് ഓണിയനും കാഷ്യൂട്ടും കിസ്മിസ് ഒക്കെ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. വൈകുന്നേരം 3 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. സമയം 7 മണി ആവാറായി. എല്ലാവരും ഇങ്ങനെ അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ് എന്താകും എന്നുള്ളതിൽ. സത്യം പറഞ്ഞ് അവരെല്ലാവരും നോക്കി നിൽക്കുമ്പോൾ എനിക്കും ചെറിയ ടെൻഷനുണ്ട് എന്താകും എന്നുള്ളത്. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ തന്നെ ആദ്യമായിട്ട് അങ്ങ് ടേസ്റ്റ് ചെയ്ത്. സംഭവം എന്തായാലും പൊളിച്ച് അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട്. ടേസ്റ്റ് ചെയ്യുന്നതിനിടയിൽ ഇത് അണ്ടിപ്പരിപ്പ് അടിച്ചു മാറ്റാൻ വേറൊരാളും. നിങ്ങളാരും ടേസ്റ്റ് ചെയ്യുന്നതിൽ ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ. ചക്കപ്പഴത്തിൽ കുറ്റിച്ചു വന്നിരിക്കുമ്പോൾ എല്ലാവരും വന്നിപ്പോൾ. സത്യം പറഞ്ഞ് അതൊക്കെ നാട്ടിൽ പോകുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു എന്റർടൈൻമെന്റ് ആണ്. എല്ലാവരുമായിട്ടൊക്കെ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് കുറെ കഥകളൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ 7 മണി കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് കട്ടിങ്സ് പരിപാടിയൊക്കെ തുടങ്ങി. നമ്മുടെ ബന്ധുക്കളും അയലൊക്കക്കാരും എല്ലാവരും തന്നെ ഉണ്ട്. എല്ലാം കൂടെ ഒരു 19 ആൾക്കാരുണ്ടായിരുന്നു മൊത്തം. അന്നും പൊന്നും എന്നെ മാമച്ചി എന്നാണ് വിളിക്കുന്നത്. അവള് കുറച്ചും കൂടി കുഞ്ഞായിരുന്നപ്പോൾ പണ്ട് ഞാൻ ആഫ്രിക്കയിൽ നിന്ന് അവളുടെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് മേടിച്ചിട്ടാണ് വന്നത്. അതിനുശേഷം അവളെ വിചാരം എല്ലാ ബർത്ത്ഡേക്കും മാമച്ചി ലീവിന് വരുമെന്നാണ്. എന്തായാലും കേക്ക് കട്ടിങ്സും പരിപാടിയെല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ പുലാവും ചിക്കൻ കറിയും എല്ലാവരും ആസ്വദിച്ച് കഴിക്കുകയാണ്. ഫുഡ് അടിപൊളിയാണെന്ന് കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞൊരു സമാധാനമായത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പൊന്നൂന്റെയും ടീമിന്റെയും കുറച്ച് ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ പൊന്നൂന്റെ ഋതുമതി ആഘോഷവും വൈകുന്നേരം അന്നുവിന്റെ ബർത്ത്ഡേ സെലിബ്രേഷനും എല്ലാം കൊണ്ടും നല്ല അടിപൊളി പരിപാടികളായിരുന്നു. രാത്രി 10 മണിയായപ്പോൾ തന്നെ പരിപാടികളെല്ലാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി. നാട്ടിൽ 3 ദിവസം ഉണ്ടായിരുന്നെങ്കിലും ഒരുപാട് പരിപാടികളിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി. വ്യത്യാസം വിഷുവാണ്. വിഷുവിന് അമ്പലത്തിലൊക്കെ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.